വയസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. രാമുവിൻ്റെയും ഗോപാലിൻ്റെയും വയസ്സുകളുടെ തുക 35. വയസ്സുകളുടെ വ്യത്യാസം 11 ആയാൽ ഗോപാലിൻ്റെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രാമുവിൻ്റെയും ഗോപാലിൻ്റെയും വയസ്സുകളുടെ തുക 35 തന്നിട്ടുണ്ട്. അതായത് രണ്ടുപേരുടെ വയസ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 35 കിട്ടും എന്ന് പറയുന്നുണ്ട്. അടുത്തത് പറയുന്നത് വയസ്സുകളുടെ വ്യത്യാസം 11 ആയാൽ ഗോപാലിൻ്റെ വയസ്സ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആ രണ്ട് വയസ്സുകൾ തമ്മിൽ ഡിഫറൻസ് 11 ആണെന്ന് പറയുന്നത്, ആഡ് ചെയ്യുമ്പോൾ 35 എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കണം. ഓക്കെ, നമ്മളിവിടെ രാമുവിൻ്റെ വയസ്സിനെ എക്സ് എന്നും അതേപോലെ ഗോപാലിൻ്റെ വയസ്സിനെ വൈ എന്നും നമ്മൾ എടുക്കും. ഓക്കെ, ഇനി ഇതിൽ പറയുന്ന പോലെ തന്നെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 35 നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ് മൈനസ് വൈ അല്ലേ, എക്സ് മൈനസ് വൈ എത്രയാണെന്ന് ഇരിക്കുന്നത്? 11 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഒരു ഇക്വേഷൻ ഇതും, രണ്ടാമത്തെ ഇക്വേഷൻ ഇതും. ഓക്കെ, ഇനി നമുക്കിത് സോൾവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ എക്സ് പ്ലസ് എക്സ് ചെയ്യും. എക്സ് പ്ലസ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് 2x എന്ന് കിട്ടും. ഓക്കെ, ഈ പ്ലസ് വൈയും മൈനസ് വൈയും എന്താവും വെച്ച് കഴിഞ്ഞാൽ ക്യാൻസലായി പോവും. ഓക്കെ, ഈ പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസലായി പോവും. അപ്പോൾ ഈ 2x മാത്രമേ ഉണ്ടാവുള്ളൂ. ഈക്വൽ ടു ഈ രണ്ടും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 46 കിട്ടും. ഓക്കെ, ദെൻ എക്സ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 46/2 23 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ആരുടെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്? ഗോപാലിൻ്റെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഗോപാലിൻ്റെ വയസ്സ് എത്രയാണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ 35 23 മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. അപ്പോൾ ഗോപാലിൻ്റെ വയസ്സ് എത്രയാണ്? 12 ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ.